നമസ്കാരം. എൻ്റെ പേര് ഷിബു എസ് നായർ, സ്ഥലം കാഞ്ഞിരംകുളം. 8 ദിവസമായി എൻ്റെ പ്രിയ സഹോദര, നിനക്ക് വേണ്ടി, നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, നിൻ്റെ കുഞ്ഞിന് വേണ്ടി, നിൻ്റെ അമ്മയ്ക്ക് വേണ്ടി, അച്ഛന് വേണ്ടി ഈ ലോകം മുഴുവൻ പ്രാർത്ഥിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നീ വന്ന് നിൻ്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏക്കാതെ നീ വന്ന് നിൻ്റെ ഭവനത്തിൽ വന്ന് നീ നിൻ്റെ കുഞ്ഞിനെ എടുക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് ഏതെല്ലാം പള്ളികളിൽ പോയി പ്രാർത്ഥിക്കാമോ ആത്മാർത്ഥമായിട്ട് നിനക്കൊരു പോറൽ പോലും വരാതെ നീ നിൻ്റെ ഭവനത്തിൽ വന്ന് നിൻ്റെ പിഞ്ചു കുഞ്ഞിനെ നിൻ്റെ കുഞ്ഞിനെ എടുക്കുന്നത് സ്വപ്നവും കണ്ടുകൊണ്ട് നടക്കുകയാണ്. ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കേരളത്തിലെ എൻ്റെ സാധാരണക്കാരോട് 10 ദിവസമായി ഒരു പയ്യൻ ലോറിയുമായി മണ്ണിനടി കിടക്കുകയാണ്. ഈ 10 ദിവസം കൊണ്ട് കേരളത്തിൽ രാഷ്ട്രീയം കളിക്കുന്നതല്ലാതെ ആ പയ്യനെ ഒന്ന് രക്ഷപ്പെടുത്താൻ, ആ പയ്യനൊരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുവാൻ ആരും ശ്രമിക്കും. ഓരോ ദിവസവും ഓരോരോ കഥകളാണ് പറയുന്നത്. എൻ്റെ പ്രിയ രാഷ്ട്രീയക്കാരോട്, നിൻ്റെ സഹോദരനോ നിൻ്റെ ഭാര്യയുടെ കുഞ്ഞമ്മയുടെ മോനോ നിൻ്റെ അമ്മയോ നിൻ്റെ അച്ഛനോ ഒക്കെ ആയിരുന്നെങ്കിൽ നീക്കെ ഇതിനു മുമ്പ് തന്നെ പോയി രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുമായിരുന്നു. ഇത് സാധാരണക്കാരുടെ മകനാണല്ലോ അവിടെ കിടക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയക്കാരോട് 5 വർഷം കൂടുമ്പം ഈ കുടുംബവും നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നവരാണ്. അത് നിങ്ങൾ മറന്നു പോകരുത്. ഓരോ ദിവസവും ഇടാൻ നിനക്കൊക്കെ നാണമുണ്ടോ? മലയാളിയായ ഒരു പാവപ്പെട്ട പയ്യൻ 8 ദിവസം 10 ദിവസം കൊണ്ട് മണ്ണിൻ്റെ അടിയിൽ ഉണ്ടോ ഇല്ലോ എന്ന് പോലും അറിയാതെ കിടക്കുന്ന ഈ സമയത്ത് നിന്നെപ്പോലുള്ള ചെറ്റകളല്ലേടാ ഈ രാഷ്ട്രീയം കളിക്കോളൂ. വേറെ നിൻ്റെയൊക്കെ ബന്ധുക്കളോ സ്വന്തക്കാരോ ആയിരുന്നെങ്കിൽ ഇതിനു മുമ്പ് ഹെലികോപ്റ്ററിലും ഫ്ലൈറ്റിലും വന്ന് നീയൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകില്ലേ? ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായോണ്ടല്ലേ ഈ 8-10 ദിവസമായിട്ട് കേരളത്തിലെ ചാനൽ പ്രവർത്തകർ കാണിക്കുന്ന അത്ര പോലും പോലീസോ അല്ലെങ്കിൽ മറ്റുള്ളക്കാരോ ചെയ്യുന്നില്ല. അത്രയ്ക്ക് നെറികേടായിപ്പോയി. നിൻ്റെ കയ്യിൽ ഒരു പയ്യൻ്റെ മരണം വച്ച് ദുഷ്ടന്മാരെ ആ കുഞ്ഞിനെ നീയൊക്കെ കണ്ടാടാ, ഭാര്യയെ കണ്ടാടാ, അതിൻ്റെ ആ കുഞ്ഞിൻ്റെ മുഖം നീ കണ്ടാടാ. ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടിട്ട് നിനക്കൊക്കെ എങ്ങനെ തോന്നടാ ചെറ്റകളെ? വീണ്ടും പുതിയ കഥകൾ പറഞ്ഞ് ഈ 8 ദിവസം കൊണ്ട് ഏതൊക്കെ പള്ളിയിൽ പോകുമ്പോൾ അവിടെയെല്ലാം പോയി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രിയപ്പെട്ട സഹോദരൻ അർജുനൻ തൻ്റെ വീട്ടിൽ വന്ന് ആ കുഞ്ഞിനെ ഒന്ന് എടുക്കണമേ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നീയൊക്കെ ഈ 10 ദിവസം കൊണ്ട് കേരളത്തിൽ KC വേണുഗോപാൽ വരുന്നു, അവിടെ വരുന്നു, ഇവിടെ വരുന്നു എന്നല്ലാതെ കുഞ്ഞിനെ ആ അർജുനൻ്റെ സഹോദരനെ രക്ഷപ്പെടുത്താൻ നീയൊക്കെ എന്താണ് ആ ദുഷ്ടന്മാരെ ചെയ്തത്? 5 വർഷം കൂടുമ്പോൾ ഈ കുടുംബവും നിന്നെപ്പോലുള്ള ചെറ്റകൾക്ക് വോട്ട് തരികയാണ്. അത് നീ മറക്കരുത്, നീ ഒന്നും മറന്നു പോകരുത്. നാളെ ഇത് ചിലപ്പോൾ നിൻ്റെ ഭാര്യയുടെ സഹോദരനായിരിക്കും, അല്ലെങ്കിൽ നിൻ്റെ സഹോദരനായിരിക്കാം, അല്ലെങ്കിൽ നാളെ പ്രതിപക്ഷ നേതാവ് VD സതീശനായിരിക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ ചെറ്റകളെ എത്രയും പെട്ടെന്ന് 1 മണിക്കൂറിന് മുമ്പെങ്കിലും ആ പയ്യനെ രക്ഷപ്പെടുത്തി ആ പയ്യൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് കാണിക്കണം. അപ്പോഴാണ് നീയൊക്കെ യഥാർത്ഥത്തിൽ നല്ലൊരു മനുഷ്യന്മാരാവുന്നത്. അല്ലാതെ ഈ 8 ദിവസം 10 ദിവസം കൊണ്ട് നിന്നെപ്പോലുള്ള ചെറ്റകൾ ഓരോ കാര്യവും പറഞ്ഞ് ഈശോയുടെ മാതാവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രിയ സഹോദര, എൻ്റെ പ്രിയ അർജുനെ, എത്രയും പെട്ടെന്ന് നീ കടന്നു വന്ന് നിൻ്റെ ഭവനത്തിൽ വന്ന് നിൻ്റെ കുഞ്ഞിനെ എടുക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിന്നെ നിൻ്റെ കുടുംബത്തെയും സഹായിക്കട്ടെ.